ഡൽഹി മുൻ മുഖ്യമന്ത്രിയും AAP നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെ AAP വിട്ട് BJPയിൽ ചേർന്നതിന് പിന്നാലെ സ്വാതി മലിവാൾ 2024 മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ബിഭവ് കുമാർ തന്നെ മർദ്ദിച്ച സംഭവം ചൂണ്ടിക്കാട്ടിയാണ് സ്വാതി മലിവാളിന്റെ വിമർശനം. ഈ സംഭവത്തിൽ നൽകിയ FIR പിൻവലിക്കാൻ തന്റെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായെന്നും കഴിഞ്ഞ 2 വർഷമായി പാർലമെന്റിൽ സംസാരിക്കാൻ പോലും തനിക്ക് അവസരം നൽകിയില്ലെന്നും അവർ ആരോപിച്ചു. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ അധികാരത്തിൽ വന്ന കെജ്രിവാൾ ഇപ്പോൾ ആദർശങ്ങളെല്ലാം ബലി കഴിച്ചുവെന്ന് സ്വാതി മലിവാൾ കുറ്റപ്പെടുത്തി. 2011 സമരകാലത്ത് ലളിത ജീവിതം നയിച്ചിരുന്ന കെജ്രിവാൾ ഇന്ന് കോടികൾ ചെലവിട്ട് ആഡംബര കൊട്ടാരം പണിതിരിക്കുകയാണെന്നും അവർ പരിഹസിച്ചു. കൂടാതെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഭരിക്കുന്ന പഞ്ചാബിനെ അവരുടെ പേഴ്സണൽ ATM ആയാണ് കാണുന്നതെന്നും സ്വാതി ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസം കാരണമാണ് താൻ BJPയിൽ ചേർന്നതെന്ന് അവർ വ്യക്തമാക്കി. മോദി ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയ നേതാവാണെന്നും വനിതാ സംവരണ ബില്ലും നക്സലിസം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളും ഉൾപ്പെടെ ചരിത്രപരമായ തീരുമാനങ്ങളാണ് അദ്ദേഹം കൈക്കൊള്ളുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം 7 രാജ്യസഭാ MPമാർ പാർട്ടി വിട്ടത് BJPയുടെ ഓപ്പറേഷൻ ലോട്ടസ് പദ്ധതിയുടെ ഭാഗമാണെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് ആരോപിച്ചു. പാർട്ടി വിട്ടവർ വഞ്ചകരാണെന്നാണ് AAP നേതൃത്വത്തിന്റെ നിലപാട്. പാർട്ടി വിട്ട MPമാർ രാജ്യദ്രോഹികളാണെന്നും AAP ആരോപിച്ചിരുന്നു. എന്നാൽ തങ്ങളല്ല, ശരിക്കും കെജ്രിവാളാണ് രാജ്യദ്രോഹിയെന്ന് സ്വാതി തിരിച്ചടിച്ചു. 2011 ഡൽഹി മുൻ മുഖ്യമന്ത്രി അഴിമതി വിരുദ്ധ സമരം ആരംഭിച്ചപ്പോൾ അദ്ദേഹം കീറിയ പാൻസ് ധരിക്കുകയും 2 രൂപയുടെ പേന ഉപയോഗിക്കുകയും കേടുവന്ന കാറിൽ സഞ്ചരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അധികാരത്തിൽ വന്നതിനു ശേഷം ആഡംബര വസതിയാണ് നിർമ്മിച്ചത്. ഈ മനുഷ്യൻ രാജ്യത്ത് മാറ്റം കൊണ്ടുവരുമെന്ന് ഞങ്ങൾ കരുതി. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു? അധികാരത്തിൽ വന്നയുടൻ അദ്ദേഹം 100 കോടി രൂപയുടെ വീട് പണിതു. അദ്ദേഹം ഒരു ബാർ കൂട്ടിച്ചേർത്തു. കോടികൾ വിലമതിക്കുന്ന പരവതാനികൾ സ്ഥാപിച്ചു. ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്ന ഫ്രിഡ്ജ് വാങ്ങി. സ്വാതി മലിവാൾ പറഞ്ഞു.